ഇന്നത്തെ നമ്മളെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ചായക്കടീൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ പഴം മതി കേട്ടോ. ഒറ്റ പഴം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണേ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു പഴം എടുത്തിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറുത്ത് പോയ പഴമൊക്കെ ഉണ്ടാവും, കളയണ്ട കേട്ടോ. ഇതേപോലെ ചെയ്താൽ മതി. ആദ്യം തന്നെ മിക്സിൻ്റെ ജാറിലേക്ക് ഒരു പഴം കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ചെറിയ പഴം വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ചെറിയ നേന്ത്രപ്പഴം വെച്ചിട്ടാണ്. ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ കാണിച്ചു തരുന്നത്. പിന്നെ നിങ്ങൾക്ക് ആൾ കൂടുതലുണ്ടെങ്കിൽ 2 പഴമൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം. ഇനി ഇതാ നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടിയത് പഞ്ചസാരയാണ്. ഞാൻ മധുരം കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു സ്പൂണിൽ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മാത്രം മതിയാവും കേട്ടോ, കൂടുതൽ വേണ്ട. അപ്പോൾ ഒട്ടിപ്പിടിക്കും കേട്ടോ. നമ്മൾ കുറേ പഞ്ചസാര ആയാലും ഒരിളം മധുരം മാത്രം മതി. പിന്നെ പഴത്തിന് അത്യാവശ്യം മധുരം ഉണ്ടാവില്ല. ഇനി ഇത് നല്ലോണം തന്നെ അടിച്ചെടുക്കാം. പഴം ഇവിടെ ഞാൻ നല്ലോണം തന്നെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ട ഉണ്ടാവാൻ പാടില്ല. ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദപ്പൊടി എടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം മതിയാവും കേട്ടോ, കൂടുതൽ വേണ്ട. നമ്മൾ ഈ ഒരു പഴത്തിനനുസരിച്ചുള്ള മൈദപ്പൊടി എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മളിങ്ങനെ ഇതേപോലെ കുഴച്ചിട്ട് നോക്കുക. ഇനി വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ കുറേശ്ശെ ഞാൻ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം പോലെ കൂടുതലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പൊടി ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ഭാഗമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കുഴയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏലക്കൻ്റെ ഫ്ലേവർ വേണമെങ്കിൽ അങ്ങനെയും പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കട്ടെ. ഇതിൻ്റെ കൂടെ ഞാൻ ഇതേപോലെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരളം മധുരമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കുക. ഏലക്കായി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഏലക്ക പൊടി ഉണ്ട്, അങ്ങനെയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി കൈൻ്റെ അടിയിൽ കുറച്ച് ഓയിലോ അല്ലെ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നതിന് ശേഷം ഈ ഒരു മാവ് എടുത്തിട്ട് കുറച്ച് ചെറിയൊരു പീസ് എടുത്തിട്ട് നമുക്ക് ഒന്ന് പരത്തിയെടുക്കുക. ഇതിൻ്റെ മുകളിൽ നിന്ന് ചെറിയൊരു പീസ് മതി കേട്ടോ. നല്ലോണം തന്നെ കുഴയ്ക്കണം കേട്ടോ. കുറച്ച് മൈദപ്പൊടിയോ അല്ലെ അരിപ്പൊടിയോ എന്തെങ്കിലും ആക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടും. അധികം കട്ടിയില്ലാത്ത രീതിയിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഷേപ്പാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതേപോലത്തെ ഒരു പാത്രം വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ഷേപ്പാക്കിയിട്ട് ഒന്ന് കട്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ അമർത്തി കൊടുത്തതിന് ശേഷം സൈഡിലുള്ള ഈ ഒരു വേണ്ടാത്ത ഈ ഒരു വേസ്റ്റൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് അത് ലാസ്റ്റ് നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കുറേശ്ശെ തേങ്ങൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നടുവിലായിട്ട് കുറേശ്ശെ പണ്ടം നിറച്ച് കൊടുക്കുക. തേങ്ങൻ്റെ കൂട്ടിലെ അത് നിറച്ച് കൊടുക്കുക. എന്നിട്ട് കൈവച്ചിട്ട് സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. എല്ലാ ഭാഗവും ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്കിങ്ങനെ പിരിവെച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ പിരിവിരിയാക്കി എടുത്താൽ മതി കേട്ടോ. നല്ല ഈസിയാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ ഓരോന്ന് ഞാൻ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഇതേപോലെ പിരിയാക്കി എടുക്കുന്നുണ്ട്. മോളാണ് സൈഡിൽ നിന്ന് നിറച്ചിരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ എനിക്കിങ്ങനെ ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതാ ഓരോന്ന് ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ ഇതേപോലെ ആരെങ്കിലും ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ. അപ്പോൾ അതാ മുഴുവനായിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓരോന്ന് ഇതേപോലെ പല്ലെടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ മുഴുവൻ അടയും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഈസിയാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുടെ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ, അധികം തീൻ്റെ ആവശ്യമില്ല. ഒരു സ്ലോയിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഗോൾഡൻ കളറായി കിട്ടും കേട്ടോ. കാരണം പഞ്ചസാര അതുപോലെ തന്നെ പഴമല്ലേ നമ്മളിതിൽ അധികം ചേർത്തത്. അപ്പോൾ ഇതാ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഇടുക കേട്ടോ. ഇതാ ഓരോന്നും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ തിരിച്ച് മറിച്ചു വിട്ടിട്ട് വേവിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ചെറിയ തീയിൽ അങ്ങനെ വെന്തോട്ടെ. ഉൾഭാഗം വേവണമെങ്കിൽ ചെറിയ തീയിലിടണം കേട്ടോ. ആ ഒരു പിരിഞ്ഞ ഭാഗമൊക്കെ ഇല്ലേ, അവിടെയൊക്കെ വേവണമെങ്കിൽ ചെറിയ തീയിൽ തന്നെ ഇടണം. അപ്പോൾ ഇതാ നമ്മളെ ഒരു ബാച്ച് ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് അടുത്തതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മളെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെയ്യാത്തവരുടെ ചെയ്ത് നോക്കുക. നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ കറണ്ട് പോയിട്ടോ, അതുകൊണ്ടാണ് അധികം കളറില്ലാത്ത പോലെ കേട്ടോ, തീരെ കളറില്ലാണ്ട് കാണുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, കഴിച്ച് നോക്കിട്ടോ. ഇതേപോലെ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് പഴത്തിൻ്റെ ആ ഒരു നമ്മളിപ്പം പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്നില്ല, ആ ഒരു ടേസ്റ്റാണ് മുകൾ ഭാഗമുള്ളത്. അപ്പോൾ ഉൾഭാഗം പിന്നെ തേങ്ങൻ്റെ മിക്സ് കേട്ടോ, അത് രണ്ടും കൂടിയും ചേരുന്ന സമയത്ത് നല്ല ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. മുകൾ ഭാഗം നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഉൾഭാഗം തേങ്ങൻ്റെ മിക്സും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു വെറുതെ. അപ്പോൾ ഇതേപോലത്തെ റെസിപ്പിയുമായി കാണാം കേട്ടോ. അടുത്തത് നല്ല ചൂടാണ് കേട്ടോ, ആ ചൂടിലാണ് നമ്മളിത് കാണിച്ചു തരുന്നത്. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ കറണ്ട് പോയത് കാരണം പെട്ടെന്ന് ക്ലിയറായി കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ഇതേപോലത്തെ പുതിയ റെസിപ്പി ആയിട്ട് കാണാം കേട്ടോ.